ന്യൂയോർക്ക് ടൈംസിന്റെ 2023 ലോകത്തിൽ എന്തായാലും യാത്ര ചെയ്തിരിക്കേണ്ട ടോപ്പ് 52 ലൊക്കേഷൻസിൽ ഒരെണ്ണം കേരളമായിരുന്നു. ബുക്കിംഗ്സ്.കോമിന്റെ 2026 എന്തായാലും യാത്ര ചെയ്തിരിക്കേണ്ട ടോപ്പ് 10 ഡെസ്റ്റിനേഷൻസിൽ ഒരെണ്ണം കൊച്ചിയാണ്. ഇന്ത്യയിൽ നിന്ന് ആകെ കൊച്ചി മാത്രമേ ആ ലിസ്റ്റിലുള്ളൂ. പക്ഷേ ഇതൊക്കെ കണ്ട് കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തു എന്ന പേരിൽ തടഞ്ഞു വെക്കുന്നു, കയ്യേറ്റ ശ്രമം നടക്കുന്നു. കൊച്ചിയിലെ പൊട്ടിപ്പൊളിഞ്ഞ ഫുട്പാത്തിൽ വീണ് ഒരു വിദേശ ടൂറിസ്റ്റിന്റെ കാലൊടിയുന്നു. ഒരു ഫോറിൻ വനിതാ ടൂറിസ്റ്റിനെ വർക്കല ബീച്ചിൽ വെച്ച് കുറച്ച് ആളുകൾ ചെയ്യുന്നു. അതേ ബീച്ചിൽ തന്നെ വേറൊരു ഫോറിൻ ടൂറിസ്റ്റിനെ തെരുവ് നായ കടിക്കുന്നു. കൊച്ചിയിൽ ചീനവല കാണാൻ പോയ ഒരു ഗ്രൂപ്പ് ജർമ്മൻ ടൂറിസ്റ്റുകൾ അത് ഒടിഞ്ഞ് കടലിൽ വീഴുന്നു. ശരിക്കും ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ അതോ നമ്മുടെ ടൂറിസം മേഖലയിലെ പ്രശ്നങ്ങളുടെ തെളിവോ? കേരളത്തിന്റെ സ്റ്റേറ്റ് GDPയുടെ 12% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടൂറിസമാണ്. അതായത് നമ്മുടെ എക്കണോമിയുടെ ഒരു മേജർ പാർട്ടാണ് ടൂറിസം. കേരളം ടൂറിസത്തിൽ ഇന്ത്യയിലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണെന്നാണ് നമ്മൾ കരുതുന്നതെങ്കിലും ഇൻ റിയാലിറ്റി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ടോപ്പ് 5 സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല. ട്രഡീഷണലി അത്ര വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അല്ലാതിരുന്ന പല സംസ്ഥാനങ്ങളും ഇന്ന് കേരളത്തിനെ ഓവർടേക്ക് ചെയ്തു. ടൂറിസത്തിന് ഇത്ര അധികം പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് കൂടി അത് 100% യൂസ് ചെയ്യാൻ നമുക്ക് പറ്റാത്തതിന്റെ കാരണം നമ്മുടെ ടൂറിസം പാറ്റേണിലും ഗവൺമെന്റിന്റെ പോളിസീസിലുള്ള ചില പോരായ്മകളാണ്. കേരള ടൂറിസം ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ചില റീജിയൻസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ടൂറിസം ഗ്രോത്ത് ആണ്. ഫോർ എക്സാമ്പിൾ ആലപ്പുഴ, മൂന്നാർ പോലത്തെ ചില റീജിയൻസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസം ഗ്രോത്ത്. കേരളം വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റുകൾ അതിപ്പോൾ ഡൊമസ്റ്റിക് ആയിക്കോട്ടെ ഇന്റർനാഷണൽ ആയിക്കോട്ടെ ഇവരെല്ലാവരും പോകുന്നത് ഈ ലൊക്കേഷൻസിലേക്ക് മാത്രം. കേരളത്തിന്റെ കേസിലുള്ള പ്രശ്നം മാത്രമല്ല അത്, ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുക. പക്ഷെ കേരളത്തിന്റെ കേസിൽ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ തന്നെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് കാരണം പലവിധ എൻവയോൺമെന്റൽ ചാലഞ്ചസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നു. കാലിഫോർണിയ ബേസ് ചെയ്ത് ഫൊഡോർ എന്ന പേരുള്ള ട്രാവൽ മാഗസിൻസും ഗൈഡ്സും വെബ് പേജസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. ഇവരെല്ലാ വർഷവും അൺചെക്ഡ് ആൻഡ് അൺറെഗുലേറ്റഡ് ടൂറിസം കാരണം എൻവയോൺമെന്റൽ ഡാമേജസ് ഫേസ് ചെയ്യുന്ന 15 സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് പുറത്തുവിടാറുണ്ട്, നോ വിസിറ്റ് ലിസ്റ്റ്. അതായത് ദയവ് ചെയ്ത് ഇനി ഈ സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് കൂടുതൽ എൻവയോൺമെന്റൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ എന്ന് പറയുന്ന ലിസ്റ്റ്. ആ ലിസ്റ്റിൽ കേരളത്തിന്റെ പേരുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിലെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കാരണം ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡുകളും വേമ്പനാട് കായലിലെ പൊല്യൂഷനും ഒക്കെയാണ് ഈ ലിസ്റ്റിൽ കേരളത്തിന്റെ പേര് വരാനുള്ള കാരണം. ഫൊഡോർ മാഗസിൻ മാത്രമല്ല ഈ എൻവയോൺമെന്റൽ പ്രശ്നങ്ങളെ പറ്റി പറയുന്നത്. സ്റ്റേറ്റ് വെറ്റ്ലൻഡ്സ് അതോറിറ്റി വേമ്പനാട് കായലിനെ പറ്റി ഹൈക്കോടതിക്ക് അയച്ച റിപ്പോർട്ടിൽ പറയുന്നത് കായലിന് താങ്ങാൻ പറ്റുന്നതിൽ ഇരട്ടിയിലധികം ഹൗസ് ബോട്ടുകൾ ഇന്ന് അവിടെ ആക്റ്റീവ് ആണെന്നാണ്. ഈ ഹൗസ് ബോട്ടുകൾ അവിടെ സീരിയസ് ആയിട്ടുള്ള പൊല്യൂഷനും നാച്ചുറൽ എക്കോസിസ്റ്റത്തിന് ഡാമേജും ക്രിയേറ്റ് ചെയ്യുന്നു എന്ന റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുന്നു. പോർട്ട് അതോറിറ്റിയുടെ കണക്ക് പ്രകാരം രജിസ്റ്റർ ചെയ്ത 800ഓളം ഹൗസ് ബോട്ടുകളാണ് വേമ്പനാട് കായലിലുള്ളത്. പക്ഷേ ഡ്രോൺ സർവേയിൽ കണ്ടെത്തിയത് 900-ന് മുകളിലുള്ള ഹൗസ് ബോട്ടുകളാണ്. അതായത് രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത 100ഓളം ഹൗസ് ബോട്ടുകൾ അവിടെ ഇപ്പോഴും ആക്റ്റീവ് ആണ്. ഈ എൻവയോൺമെന്റൽ പ്രശ്നങ്ങളെ പറ്റി 10 വർഷം മുമ്പത്തെ കേരള എക്കണോമിക് റിവ്യൂവിൽ പോലും മെൻഷൻ ചെയ്തിരുന്നു. നമ്മുടെ ടൂറിസം മെയിൻലി ബീച്ചുകളും ഹിൽ സ്റ്റേഷൻസിനൊക്കെ ഫോക്കസ് ചെയ്താണെന്നും ഇത് ഭാവിയിൽ സീരിയസ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് പകരം നമ്മുടെ ട്രഡീഷണൽ കൾച്ചറിനെയും ആയുർവേദം അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ, കോൺഫറൻസുകൾ, ഫിലിം ടൂറിസം ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ടൂറിസം ഷിഫ്റ്റ് വേണമെന്നും ആ എക്കണോമിക് റിവ്യൂവിൽ പറഞ്ഞിരുന്നു. അന്ന് റെസ്പോൺസിബിൾ ടൂറിസം എന്ന കൺസെപ്റ്റ് ഒക്കെ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തെങ്കിലും 10 വർഷം കഴിഞ്ഞിട്ടും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ ടൂറിസം മെയിൻലി ഹിൽ സ്റ്റേഷൻസും ബീച്ചും കായലൊക്കെ തന്നെ ഫോക്കസ് ചെയ്താണ്. ഇതിനൊരു ചേഞ്ച് വരണമെങ്കിൽ നമ്മുടെ ടൂറിസം സെക്ടറിലേക്ക് ഹെവി ഫണ്ടിങ് വരണം. ഓരോ വർഷം കേരള ഗവൺമെന്റ് ബഡ്ജറ്റ് ചെയ്യുന്ന ടൂറിസത്തിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം 350 കോടി രൂപയാണ്. പക്ഷെ കഴിഞ്ഞ വർഷം ഗുജറാത്ത് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്തത് 6500 കോടി രൂപയാണ്. രാജസ്ഥാൻ ഗവൺമെന്റ് കൊടുത്തത് 3500 കോടി രൂപയും. അതായത് നമ്മുടെ സർക്കാർ അലോക്കേറ്റ് ചെയ്യുന്നേക്കാൾ എത്ര ഇരട്ടിയാണ് അവിടെ കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ മെഗാ ടൂറിസം പ്രോജക്റ്റുകൾ ആ സംസ്ഥാനങ്ങളിൽ വരുന്നു. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗുജറാത്തിലുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ, അതിന്റെ ഉള്ളിൽ മ്യൂസിയം, ഡെയിലി ലേസർ ഷോ, അതിന് ചുറ്റും ഏക്കർ കണക്കിനുള്ള ടൂറിസ്റ്റ് പാർക്ക്. ആ റീജിയന്റെ എക്കണോമി തന്നെ ഈ ഒരൊറ്റ മെഗാ പ്രോജക്റ്റ് മാറ്റിമറിച്ചു. നമുക്ക് ചില കാര്യങ്ങൾ ഏത് ദാരിദ്ര്യത്തിലും ചെയ്യേണ്ടി വരും എന്ന അഭിപ്രായമുണ്ട് എനിക്ക്. നമ്മുടെ രാഷ്ട്രത്തിൽ ആളുകളിൽ അഭിമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണം. നമ്മുടെ വരുന്ന തലമുറകൾക്ക് നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനം തോന്നണം. പിരമിഡ് സത്യത്തിൽ എത്ര വേസ്റ്റ് ആയിരുന്നത് അല്ലേ? പക്ഷെ ഇന്ന് ആ രാഷ്ട്രത്തിന്റെ വലിയൊരു സമ്പദ് ഘടന ചലിക്കുന്നത് ആ വേസ്റ്റിന്റെ പുറത്താണ്. നമ്മുടെ ചിന്താഗതി മാറ്റണം. എല്ലാം വേണം നമുക്ക് അഭിമാനത്തോടെ ലോകത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന അവർ അംഗീകരിക്കുന്ന നിർമ്മിതികളും വേണം ഇവിടെ. അതിനൊക്കെയുള്ള വകുപ്പ് ഇവിടെ ഉണ്ടെന്നേ, അതിനൊക്കെയുള്ള റിസോഴ്സസ് ഇവിടെ ഉണ്ടെന്നേ. കാട്ടുമുടിക്കാതിരുന്നാ മതി. കേരളത്തിലെ ഒരു ചെറിയ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ കൊല്ലത്തെ ജഡായു എർത്ത് സെന്റർ വന്നതിന് ശേഷം അവിടെ ഫോറിനേഴ്സ് ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകൾ വരുന്നു. അതൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയിട്ട് മാറുകയും ചെയ്തു.
അപ്പോൾ പിന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മെഗാ ടൂറിസം പ്രൊജക്ട് വന്നാൽ അവിടെ എത്രമാത്രം ടൂറിസം ബൂസ്റ്റ് സംഭവിക്കും. പക്ഷെ സാഡ്ലി ഇങ്ങനത്തെ മെഗാ പ്രൊജക്ടിന് വേണ്ടിയുള്ള ഫണ്ട് പോയിട്ട് ഡെയിലി ഉള്ള നമ്മുടെ ടൂറിസം സെക്ടറിന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയുള്ള ഫണ്ട് പോലും ബഡ്ജറ്റിൽ ഇന്ന് കേരള ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്നില്ല. ആകെ കുറച്ച് ബഡ്ജറ്റ് എങ്കിൽ പിന്നെ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത പ്രൊജക്ടുകൾ കൃത്യമായിട്ട് നടത്തുന്നതിന് പകരം ഓരോ വർഷം പുതിയ പുതിയ പ്രൊജക്ട്സ് ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് ആ പ്രൊജക്ട്സിലേക്ക് ഫണ്ടും അലോക്കേറ്റ് ചെയ്യില്ല, കൃത്യമായിട്ടുള്ള മാനേജ്മെന്റും ഉണ്ടാവില്ല. അങ്ങനെ ആ പ്രൊജക്ട്സ് ഒക്കെ ഫ്ലോപ്പായി പോവുകയും ചെയ്യും. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കേരള കാരവൻ ടൂറിസം പ്രോജക്റ്റ്. കാരവൻ വാടകയ്ക്ക് എടുത്ത് കേരളത്തിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലെ കാരവൻ പാർക്കുകളിൽ പോയി ക്യാമ്പ് ചെയ്യുന്ന ഈ പ്രൊജക്ട് പക്ഷേ ഇന്ന് കംപ്ലീറ്റ്ലി ഫെയിലിയർ ആണ്. പല കാരവൻ പാർക്കുകളും കാട് പിടിച്ച അവസ്ഥയിലായി. വേളി ടൂറിസം വില്ലേജിന്റെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ആംഫി തിയേറ്റർ ഒക്കെ മെയിൻ്റെനൻസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഓപ്പറേഷണൽ അല്ല. അതുപോലെ തന്നെ ഹെറിറ്റേജ് ബാക്ക് വാട്ടർ ക്രൂയിസ് സർക്യൂട്ട് പ്രോജക്റ്റ് 7 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത് 2021 ബോട്ട് ജെട്ടികൾ പണിയാൻ ടെൻഡർ കൊടുത്ത ഈ പ്രൊജക്ടിന്റെ കൺസ്ട്രക്ഷൻ പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതായത് എപ്പോഴും പുതിയ പുതിയ പ്രൊജക്ട്സ് ഒക്കെ ഡിക്ലെയർ ചെയ്യും, പക്ഷെ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത പ്രൊജക്ട് സക്സസ്ഫുൾ ആക്കാനോ അറ്റ്ലീസ്റ്റ് ക്ലെൻലിനെസ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഓപ്പറേഷനിലാക്കി വെക്കാൻ പോലും നമ്മുടെ സിസ്റ്റത്തിന് പറ്റുന്നില്ല. നേരത്തെ പറഞ്ഞ വേളി ടൂറിസം വില്ലേജിലെ അക്കുളം ലേക്കിലെ ഈ ഒരൊറ്റ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ സിസ്റ്റം എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന്. ഒരു മേജർ ടൂറിസം പ്രൊജക്ടിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഫോറിൻ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ഫോർട്ട് കൊച്ചി ബീച്ചിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോറിൻ ടൂറിസ്റ്റുകൾ ക്ലീൻ ചെയ്ത ഒരു ഇൻസിഡന്റ് വരെ ഉണ്ടായി. അതൊക്കെ നമുക്ക് എത്രമാത്രം നാണക്കേടാണല്ലേ. ഇതേപോലെ തന്നെ ഒരു വൃത്തിയില്ലാത്ത അവസ്ഥയാണ് മൂന്നാർ ടൗണിന്റെ കേസ് നോക്കിയാലും. ഇതിനെപ്പറ്റി സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. മൂന്നാർ ടൗൺ എന്ന് പറയുന്നത് തന്നെയാണ് മൂന്നാറിന്റെ ഏറ്റവും വലിയൊരു ദുരന്തം. ടൂറിസത്തിന് ഒരു തരത്തിലും പ്രൊമോട്ട് ചെയ്യാത്ത ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ, മൂന്നാറിലുണ്ടെങ്കിൽ, അത് മൂന്നാർ ടൗണാണ്. മൂന്നാർ ടൗൺ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇത്രയും വൃത്തികെട്ട ഒരു പട്ടണം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ തന്നെ ഉണ്ടോന്ന്. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു? അതൊരു പ്ലാനിങ് ഇല്ല. തന്നെയല്ല, ചെല്ലുന്നവരെല്ലാം പോയി വേസ്റ്റ് ഡംപ് ചെയ്യുന്നതും സാധനം പർച്ചേസ് ചെയ്യുന്നതും അവിടെയാണ്. കേരളത്തിന്റെ ടൂറിസം ഡെവലപ്മെന്റിന്റെ അടുത്ത ബാരിയറാണ് കണക്ടിവിറ്റി. കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകൾ എസ്പെഷ്യലി ഹില്ലി ഏരിയാസിലേക്കുള്ള റോഡുകൾ നോക്കിയാൽ ആ റോഡിന്റെ പല സെക്ഷൻസും പല ഡിപ്പാർട്ട്മെന്റ്സിന്റെ കീഴിലായിരിക്കും. കുറച്ച് PWDയുടെ കീഴിൽ, കുറച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ, കുറച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ, ബാക്കിയുള്ളത് പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റീസിന്റെ ഒക്കെ കയ്യിലും. അതുകൊണ്ട് തന്നെ ഒരുമിച്ചുള്ള ഒരു റോഡ് മെയിൻ്റെനൻസ് വർക്ക് അവിടെ ഒരിക്കലും നടക്കാറില്ല. സെക്ഷൻ വൈസ് ആയിട്ടായിരിക്കും മെയിൻ്റെനൻസ്. സോ ആ റോഡിന്റെ ഏതെങ്കിലുമൊക്കെ സെക്ഷൻ എപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലായിരിക്കും. ഇത് ശരിക്കും ടൂറിസ്റ്റുകളുടെ യാത്ര ബുദ്ധിമുട്ടാക്കുന്നു. റോഡ് മോശമായതുകൊണ്ട് ചില ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് ഇപ്പോൾ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. 75 ലക്ഷം രൂപ മുടക്കി പണിത കരുമാടി ടൂറിസം വില്ലേജിലേക്ക് റോഡ് മോശമായതുകൊണ്ട് ഇപ്പോൾ ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. കേരള ഗവൺമെന്റ് ഇപ്പോൾ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കുള്ള റോഡുകൾ ഒറ്റ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പ്രൊജക്ട് സക്സസ്ഫുൾ ആയ ഒരു പക്ഷേ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ വന്നേക്കാം. ഏതൊരു ടൂറിസ്റ്റ് ഒരു ലൊക്കേഷനിൽ ചെന്നാലും അവിടെ ഒന്നിലധികം സ്പോട്ടുകൾ കാണാനുണ്ടാവും. ഈ സ്പോട്ടുകളിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം ഒന്നുകിൽ ടാക്സി അല്ലെങ്കിൽ ഓട്ടോറിക്ഷയാണ്. ഇത് രണ്ടും മിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളിലും പകൽക്കൊള്ളയാണ്. മീറ്റർ ഇട്ട് ഓടാൻ ഓട്ടോറിക്ഷക്കാരൻ റെഡിയാവില്ല. അതിന് പകരം തോന്നിയ റേറ്റ് ചാർജ് ചെയ്യും. ഇത് നമ്മുടെ ഗവൺമെന്റിനും അറിയാം. പക്ഷെ അവരെ കൊണ്ട് മീറ്റർ ഇടിപ്പിക്കുന്നതിന് പകരം ഗവൺമെന്റ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സെന്റേഴ്സിലും റെയിൽവേ സ്റ്റേഷൻസിലും ഒക്കെ പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടറുകൾ വയ്ക്കുന്നതാണ്. പക്ഷെ എത്ര സ്ഥലത്ത് ഇങ്ങനെ പ്രീപെയ്ഡ് കൗണ്ടേഴ്സ് ഒക്കെ തുടങ്ങാൻ പറ്റും? ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ? ഇവരെ കൊണ്ട് മീറ്റർ ഇടിക്കാൻ ധൈര്യമുള്ള ഗവൺമെന്റിന് ഇങ്ങനെ പ്രീപെയ്ഡ് കൗണ്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടോ? ഓട്ടോക്കാരെ കൊണ്ട് മീറ്റർ ഇടിക്കാൻ നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും ഈ ഓട്ടോ യൂണിയന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഒരു സാധാരണ ടൂറിസ്റ്റിന്റെ കാര്യം പറയണോ? സെയിം അവസ്ഥയാണ് ടാക്സിയുടെ കേസിലും. ഗവൺമെന്റ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള റെഗുലേറ്റഡ് റേറ്റ്സ് ഒന്നും അവരും ഫോളോ ചെയ്യുന്നില്ല. പിന്നെ സാധാരണക്കാരന്റെ മുമ്പിൽ ആകെയുള്ള ഒരു ഓപ്ഷൻ ഓൺലൈൻ ടാക്സി അല്ലെങ്കിൽ ഓൺലൈൻ ഓട്ടോ ബുക്ക് ചെയ്യലാണ്. അതാവുമ്പോൾ കറക്റ്റ് റേറ്റ് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. പക്ഷെ അങ്ങനെ ടാക്സി ഓട്ടോറിക്ഷ ബുക്ക് ചെയ്താൽ ഈ ഓട്ടോ ടാക്സി മാഫിയക്കാരെ ഒന്ന് തടയുകയും കയ്യേറ്റ ശ്രമം നടത്തുകയൊക്കെ ചെയ്യും. റീസെന്റ് മൂന്നാറിൽ വെച്ച് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തതിന്റെ പേരിൽ ഒരു ടൂറിസ്റ്റിനെ ടാക്സി മാഫിയ തടഞ്ഞു വെച്ചതും കയ്യേറ്റ ശ്രമം നടത്തിയതൊക്കെ നാഷണൽ മീഡിയയിൽ വരെ വൈറലായിരുന്നു. ആ സമയത്ത് പോലീസിനെ വിളിച്ചിട്ടും ടൂറിസ്റ്റ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചിട്ട് പോലും ഒരു സഹായം കിട്ടിയില്ലെന്നാണ് ആ പെൺകുട്ടി എന്ന് പറഞ്ഞത്. ഇവിടെ സംഭവിക്കുന്നത് ഒരു കോർഡിനേഷൻ ഇല്ലായ്മയാണ്. ആ ടൂറിസ്റ്റിനെ തടഞ്ഞു വെച്ച ടാക്സി മാഫിയയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുമെന്ന് ടൂറിസം മിനിസ്റ്റർ പറയുമ്പോൾ അതിന്റെ പുറകെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്. ഇത് കേരളത്തിൽ ഇപ്പോൾ നിയമവിരുദ്ധമാണ്. കാരണം ഇല്ലീഗലാണ്. ഓലയും ഈ ഊബറും കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവർ ആപ്പ് കൊടുക്കുന്നുണ്ട്. ആപ്പ് എടുത്ത് വെച്ച് ആരൊക്കെയോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ വണ്ടി ഓടിക്കുന്നുണ്ട്. അത് ഊബർ ചെയ്യുന്നതും തെറ്റാണ്. ഇനി ഞങ്ങൾ തടയും. ശരി, ഓൺലൈൻ ടാക്സിക്ക് കേരളത്തിൽ ഓടാൻ പെർമിഷൻ ഇല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടുള്ള ഓട്ടോക്കാരില്ലേ, അവരെ കൊണ്ട് ആ മീറ്ററെങ്കിൽ ഇടിയിക്കേണ്ട മന്ത്രി സാറേ. അതുപോലെ തന്നെ കാരവൻ പ്രൊജക്ട് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നു. കാരവനിലെ ലോകം മൊത്തം സഞ്ചരിച്ച് ലാസ്റ്റ് കേരളത്തിലെത്തിയപ്പോൾ ഒരു വിദേശ ഫാമിലി അതേ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് MBD ഫൈൻ അടിക്കും.
നൈറ്റ് ലൈഫും നൈറ്റ് ഫുഡ് കൾച്ചറൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുമ്പോൾ രാത്രി ബീച്ചിൽ വന്നതിന്റെ പേരിൽ പോലീസ് തന്നെ ഒരു കപ്പിളിനെ ഹറാസ് ചെയ്യുന്നു. ഇനി സേഫ്റ്റി ഇഷ്യൂസ് നോക്കിയാൽ ഇവിടെ ശരിക്കും അപകടങ്ങൾ സംഭവിക്കാത്തത് എന്തോ ഭാഗ്യം കൊണ്ടാണ്. റിപ്പോർട്ട്സ് പ്രകാരം കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റ് ബോട്ടുകൾ ഇൻക്ലൂഡിംഗ് ഹൗസ് ബോട്ടുകളുടെ 30% ഇല്ലീഗലാണ്, അതായത് രജിസ്റ്റേർഡ് അല്ല. ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബോട്ടുകളിൽ പോലും പലപ്പോഴും ഓവർ കപ്പാസിറ്റിയിലെ ആളുകളെ കയറ്റുന്നു. 2002 കുമരകത്ത് 29 പേര് മരിച്ച ബോട്ട് ട്രാജഡി, 2009 തേക്കടിയിൽ 45 പേര് മരിച്ച ബോട്ട് ട്രാജഡി. ഇങ്ങനെ വലിയ ആക്സിഡൻസ് ഉണ്ടാകുമ്പോൾ മാത്രം നമ്മുടെ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കും. ആ സമയത്ത് റെയ്ഡുകളും ചെക്കിംഗ് ഒക്കെ നടത്തും, ഫൈനും അടിക്കും. പിന്നെ അടുത്ത ഇൻസിഡന്റ് ഉണ്ടാകുന്നവരെ ആസ് യൂഷ്വൽ ഉറങ്ങാം. കൊച്ചിയിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നായിട്ടുള്ള ചീനവലയിൽ പലതും ഇന്ന് ഡേഞ്ചറസ് കണ്ടീഷൻസാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ചീനവല തകർന്ന് 6 ജർമ്മൻ ടൂറിസ്റ്റുകൾ കടലിൽ വീണു. അതുപോലെ തന്നെ ഇന്ന് പലയിടത്തും അഡ്വഞ്ചർ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ട്രെയിൻഡ് സ്റ്റാഫോ സേഫ്റ്റി പ്രിക്കോഷൻസോ ഒന്നും പല സ്ഥലത്തും ഫോളോ ചെയ്യുന്നില്ല. മൂന്നാറിൽ റീസെന്റ് ഒരു സ്കൈ ഡൈനിങ് പ്ലാറ്റ്ഫോം എയറിൽ കുടുങ്ങിപ്പോയി ടൂറിസ്റ്റുകൾ മണിക്കൂറുകളോളാണ് മിഡ് എയറിൽ പെട്ടുപോയത്. വുമൺ സേഫ്റ്റിയുടെ കേസ് നോക്കിയാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ബെസ്റ്റ് ആണെന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത ടൂറിസ്റ്റുകൾ തന്നെ പറയുന്നു. പക്ഷേ വർക്കലയിൽ വെച്ച് ഒരു വിദേശ വനിതയെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ മോളസ്റ്റ് ചെയ്ത ഇൻസിഡന്റ് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും ഈ ഇമേജ് മോശമാക്കിയ ഇൻസിഡന്റ് ആണ്. ഈ ഇൻസിഡന്റിന് ശേഷം നടന്ന ഇൻസ്പെക്ഷനിൽ കണ്ടെത്തിയത് അവിടെ വേണ്ടത്ര സ്ട്രീറ്റ് ലൈറ്റ്സോ CCTV ഉണ്ടായിരുന്നില്ലെന്നാണ്. കേരളത്തിലെ ഇത്ര പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് കൂടി അന്ന് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ആകെ 2 പോലീസുകാർ മാത്രം. വേറെ എടുത്തു പറയേണ്ട ഒരു പ്രശ്നം, കേരളത്തിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ടൂറിസ്റ്റുകൾക്ക് ഗൈഡൻസും ഹെൽപ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ഹെൽപ്പ് ഡെസ്കുകളും ഇൻഫോർമേഷൻ സെന്റേഴ്സും ഇല്ലാത്തതാണ്. നമ്മുടെ നാട്ടിൽ വന്ന് വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ഫോറിൻ ടൂറിസ്റ്റുകൾ ഇവിടെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പെടുന്ന പാട് കണ്ടാൽ മനസ്സിലാവും ഈ പ്രശ്നം. According to Google, this is our bus station here, but I don't think that's the right spot. Okay, we found the actual entrance, but it looks a bit abandoned. Hello, sir. We booked the bus to Munnar. There's no bus from here? No. Where's the bus that goes to Munnar? Okay, we need to find the right bus station. It was a fail. There's not even a bus number on the mobile ticket, so we have no idea which of the many buses we have to get on. ഇതിനൊരു സൊല്യൂഷനായിട്ട് കേരള ഗവൺമെന്റ് ഒരു ടൂറിസം ആപ്പ് ലോഞ്ച് ചെയ്തിരുന്നു. നല്ലൊരു ആപ്പാണിത്. ആ ആപ്പിൽ നമ്മുടെ ലൊക്കേഷൻ എൻ്റർ ചെയ്താൽ അതിന് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും ആ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കുള്ള ഡയറക്ഷൻസും അതിന് ചുറ്റുമുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസും നിയർ ബൈ ആയിട്ടുള്ള ഗൈഡുകളുടെ നമ്പറും ഒക്കെ ആപ്പിൽ അവൈലബിൾ ആണ്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള പ്രൊമോഷൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ആപ്പുള്ള കാര്യം പല ടൂറിസ്റ്റുകൾക്കും അറിയില്ല. ഇങ്ങനെ ഒരു ആപ്പുള്ള കാര്യം പല ടൂറിസ്റ്റുകൾക്കും അറിയില്ല എന്നതിൻ്റെ തെളിവാണ് ആ ആപ്പിലെ ഓരോ ടൂറിസ്റ്റ് ലൊക്കേഷൻസിൻ്റെ റിവ്യൂ. മൂന്നാർ പോലത്തെ ഇത്ര ട്രെൻഡിങ് ആയിട്ടുള്ള ലൊക്കേഷൻ ആകെ ഉള്ളത് 2 റിവ്യൂ. പല മേജർ ടൂറിസ്റ്റ് സെന്റേഴ്സിനും ഒരൊറ്റ റിവ്യൂ പോലും ഇല്ല. പ്രോപ്പർ പ്രൊമോഷൻ വേണ്ട രീതിയിൽ ചെയ്യാത്തതുകൊണ്ടാണ് കേരള ടൂറിസത്തിന് അതിൻ്റെ ട്രൂ കളറിൽ നമുക്ക് ഗ്ലോബിൻ്റെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളും കേരളം മൊത്തം ചുറ്റിക്കണ്ടതിന് ശേഷം ചോദിക്കുന്ന ചോദ്യം ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം എന്തുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാത്തതെന്നാണ്. മറ്റ് പല സ്റ്റേറ്റ്സിൻ്റെ ടൂറിസം പേജസിനേക്കാളും വ്യൂവർഷിപ്പും ഫോളോവേഴ്സും ഒക്കെ കേരള ടൂറിസത്തിൻ്റെ പേജിന് കൂടുതലാണെങ്കിലും ഒരു വലിയ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നമ്മൾ നടത്തിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി. അമിതാഭ് ബച്ചനെ ബ്രാൻഡ് അംബാസഡർ ആക്കിക്കൊണ്ട് ഖുഷ്ബു ഗുജറാത്ത് കി എന്ന ഗുജറാത്ത് ടൂറിസത്തിൻ്റെ ക്യാമ്പയിനും ഇൻക്രെഡിബിൾ ഇന്ത്യ ക്യാമ്പയിനൊക്കെ പോലെ ഒരു വലിയ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ശരിക്കും ഇപ്പോൾ കേരള ടൂറിസത്തിന് വേണം. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന വള്ളംകളിയൊക്കെ പോലുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസിനെ പറ്റിയുള്ള നല്ല വീഡിയോസ് പോലും കേരള ടൂറിസത്തിൻ്റെ പേജിൽ അവൈലബിൾ അല്ല. ഇന്നും അതിനെപ്പറ്റിയുള്ള നല്ല വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ BBC-യുടെ നാറ്റ്ജിയോയുടെ ഒക്കെ പേജസിൽ പോകണം. പലപ്പോഴും നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പല പ്ലാനുകളും കണ്ട ഒട്ടും വിഷൻ ഇല്ലാത്ത പോലെ തോന്നും. റീസെന്റ് മനോരമ ഹോർത്തൂസിന്റെ വേദിയിൽ വെച്ച് സന്തോഷ് ജോർജ് കുളങ്ങര ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ഒരു കോടതി കോംപ്ലക്സ് ഉണ്ട്, ജില്ലാ കോടതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. സത്യത്തിൽ മനോഹരമായ ഹെറിറ്റേജ് മന്ദിരമാണ്. അതിൽ നിന്ന് ആ കോടതി ഉൾപ്പെടെയുള്ള സാധനങ്ങളെ മാറ്റിയിട്ട് അത് കാക്കനാട്ടേക്കോ അതിനപ്പുറത്തേക്കോ എവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് ഈ പ്രധാനപ്പെട്ട കായൽ തീരത്തെ ഈ ഉദ്യാനത്തിന് മുന്നിലെ ആ പൈതൃക മന്ദിരങ്ങളെ കൊച്ചിയുടെ സാംസ്കാരിക കേന്ദ്രമാക്കി ഒരു മ്യൂസിയം ആക്കി മാറ്റേണ്ട കാലം കഴിഞ്ഞു. ബോധമുള്ള ഭരണാധികാരികളാണെങ്കിൽ ഈ കായൽ തീരത്ത് ഈ ഉദ്യാനത്തിന് മുമ്പിൽ ഒരു കോടതി പ്രവർത്തിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതാണ് ഈ സാംസ്കാരിക ബോധം എന്ന് പറയുന്നത്. എവിടെ വേണം എന്നുള്ളൊരു ബോധം വേണം. ഈ പാർക്ക് അവന്യൂവിൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലത്ത് ലോകത്താരും കോടതി കൊണ്ടുപോയി വെക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ലോ കോളേജ് ഉണ്ട്. ലോ കോളേജ് ഈ ഒരു രാജ്യത്തിന്റെ, കൊച്ചി രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയായിരുന്നു എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് എത്ര പേർക്കറിയാം? മറ്റേതെങ്കിലും ഒരു രാജ്യമാണെങ്കിൽ ആ നിയമനിർമ്മാണ സഭയെ എങ്ങനെയായിരിക്കും സംരക്ഷിക്കുക? നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള നമ്മുടെ ലോ കോളേജ് കിട്ടുന്നത്. ഒരുപാട് കലാരൂപങ്ങളുള്ള കേരളത്തിൽ കഥകളി മാത്രം എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. ഹ്യൂജ് ടൂറിസം പൊട്ടൻഷ്യലുള്ള തെയ്യത്തിനൊന്നും വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. തെയ്യം ശരിക്കും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ച ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടുകളല്ലാത്ത പല ജില്ലകളിലേക്കും നമുക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ എത്തിക്കാൻ സാധിക്കും. ഓൾറെഡി സ്ട്രെസ്ഡ് ആയിട്ടുള്ള നേച്ചർ ബേസ്ഡ് ടൂറിസത്തിന് പകരം നമ്മുടെ റിച്ച് ആയിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജും ആർട്ട് ഫോംസ് ഒക്കെ ഫോക്കസ് ആയിട്ടുള്ള ഒരു ടൂറിസമാണ് കേരളത്തിന് വേണ്ടത്.
ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. 100 കണക്കിന് ആർട്ട് ഫോംസ്, ഒരുപാട് ഹെറിറ്റേജ് ബിൽഡിങ്ങുകൾ. ഇനി റിലീജിയസ് ടൂറിസത്തിന്റെ കേസ് നോക്കിയാൽ ശബരിമല, ഗുരുവായൂർ പോലത്തെ ടെമ്പിളുകൾ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയായിട്ടുള്ള ചേരമൻ ജുമാ മസ്ജിദ്, ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ചർച്ചായിട്ടുള്ള കൊടുങ്ങല്ലൂരിലെ സെന്റ് തോമസ് ചർച്ച്, ഇന്ത്യയിലെ ആദ്യത്തെ സിനഗോഗ് എല്ലാം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലാണ്. ഈ പൊട്ടൻഷ്യലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന ഫോറിൻ ടൂറിസ്റ്റുകളുടെ അത്രയും കേരളത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നതിനൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്ന ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ എണ്ണവും കുറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലേക്ക് വരുന്ന ഫ്ലൈറ്റ് ചാർജോ അതിന് ഇത്തിരി കൂടുതൽ കൊടുത്താൽ അവർക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ടൂർ പോകാം. അതുപോലെ തന്നെ കേരളത്തിലെ അക്കോമഡേഷൻ ചാർജസ് ഒക്കെ തന്നെ ഈ രാജ്യത്തും വരുന്നുള്ളൂ. സോ ഓൾമോസ്റ്റ് കേരളത്തിലേക്ക് വരുന്ന അതേ പൈസ ഉണ്ടെങ്കിൽ അവർക്കൊരു വിദേശ രാജ്യത്തേക്ക് യാത്ര ചെയ്യാം. ആ രാജ്യം കൂടുതൽ ടൂറിസ്റ്റ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ കൂടുതൽ ടൂറിസ്റ്റുകളെ ഭാവിയിൽ കേരളത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പുതിയ അവന്യൂസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ഈ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ ടൂറിസം സെക്ടറിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഗ്ലോബലി ഇന്ന് ടൂറിസം വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ പ്രശ്നങ്ങൾ പോലും ഭാവിയിൽ കേരളത്തിന്റെ കോമ്പറ്റീറ്റീവ്നെസ് കുറയ്ക്കാം. നമ്മുടെ ടൂറിസം സെക്ടർ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഈ പ്രശ്നങ്ങൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്ത് ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. നമ്മുടെ സംസ്ഥാനം ശരിക്കും നാച്ചുറലി ഗിഫ്റ്റഡ് ആണ്. ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ, മെജോറിറ്റി ആളുകൾക്കും ഇംഗ്ലീഷ് മനസ്സിലാവും, വെൽക്കമിങ് ആയിട്ടുള്ള സിവിക് സെൻസ് ഉള്ള ഒരു സൊസൈറ്റി. അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ടൂറിസം പോളിസിയിൽ വേണ്ട രീതിയിലുള്ള ഒരു മാറ്റം വരുത്തി എക്സ്പേർട്സിന്റെയും പ്രൈവറ്റ് സെക്ടറിന്റെ കൊളാബറേഷനോട് കൂടി പുതിയൊരു ടൂറിസം ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ടൂറിസം കൊണ്ട് മാത്രം നമുക്ക് കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റും.